യേശു മതപണ്ഡിതന്മാരെയും ഫരിസേയരെയും വീണ്ടും ശാസിക്കുന്നു. നിങ്ങൾക്ക് ദുരിതം, നിയമജ്ഞരെ, ഫരിസേയരെ, കപടഭക്തിക്കാരെ എന്ന് പറഞ്ഞുകൊണ്ട് യേശു അവരുടെ ബാഹ്യമായ പ്രവൃത്തികളെ ചോദ്യം ചെയ്യുന്നു. അവർ പുതിന, ശതകുപ്പ, ജീരകം എന്നിവയുടെ ദശാംശം കൊടുക്കുന്നു. എന്നാൽ നിയമത്തിലെ പ്രധാന കാര്യങ്ങളായ നീതി, കരുണ, വിശ്വസ്തത എന്നിവ അവഗണിക്കുന്നു. അന്ധരായ വഴികാട്ടികളെ, കൊതുകിനെ അരിച്ചുമാറ്റി ഒട്ടകത്തെ വിഴുങ്ങുന്നവരെ എന്ന് യേശു അവരെ വിശേഷിപ്പിക്കുന്നു. ഈ വചനം നമ്മുടെ മതജീവിതത്തിൽ ചെറുതും വലുതുമായ കാര്യങ്ങൾ എങ്ങനെ കാണുന്നുവെന്ന് ചിന്തിക്കാൻ നമ്മെ പ്രേരിപ്പിക്കുന്നു. ചെറിയ കാര്യങ്ങളിൽ അതീവ ശ്രദ്ധ പുലർത്തുകയും അതേസമയം വലിയ കാര്യങ്ങളായ നീതിയും സ്നേഹവും അവഗണിക്കുകയും ചെയ്യുന്ന ഒരു പ്രവണത നമ്മുടെ ജീവിതത്തിലുണ്ടാകാം. യേശു ആവശ്യപ്പെടുന്നത് ബാഹ്യമായ നിയമങ്ങളുടെ പൂർണ്ണമായ അനുസരണമല്ല, മറിച്ച് നീതിയും കരുണയും വിശ്വസ്തതയും നിറഞ്ഞ ഒരു ഹൃദയമാണ്. ഒരു പാത്രത്തിന്റെ പുറംഭാഗം വൃത്തിയാക്കുന്നത് പോലെയാണ് അവരുടെ ജീവിതം. എന്നാൽ അകത്ത് അത് മാലിന്യങ്ങൾ നിറഞ്ഞതാണ്. പുറമേ ശുദ്ധരായി കാണപ്പെടുന്നതിനേക്കാൾ നമ്മുടെ ഹൃദയവും ചിന്തകളും ശുദ്ധീകരിക്കേണ്ടത് എത്ര പ്രധാനമാണെന്ന് യേശു ഈ വചനത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നു. ആത്മാർത്ഥമായ മാനസാന്തരവും ദൈവത്തിലുള്ള ആശ്രയവുമാണ് യഥാർത്ഥ ക്രിസ്തീയ ജീവിതത്തിന്റെ അടിസ്ഥാനം.